ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു പോപ്പുലർ ഗെയിമാണ് 99 Nights in a Forest. സോ എല്ലാവരും ഇത് കാണാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമ്മളെ ഒന്നുമില്ല, ഒരു ജീവി വരും, പേരൊന്നും എനിക്കറിയില്ല. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് 99 ദിവസം സർവൈവ് ചെയ്യണം. സോ നമുക്കിതിൽ എത്ര ദിവസം സർവൈവ് ചെയ്യാനാകുമെന്ന് നോക്കാം. ഇതുവരെ ഞാൻ ഒരാൾ പോലും 99 ദിവസം സർവൈവ് ചെയ്യുന്നതായി കണ്ടിട്ടില്ല. എനിക്ക് പറ്റുമോ എന്ന് നോക്കാം. സോ ഞാനിന്ന് മൾട്ടിപ്ലെയർ അല്ല കളിക്കാൻ പോകുന്നത്, ഒറ്റയ്ക്ക് അല്ല. നമ്മൾക്ക് ചിലപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കേണ്ടി വരും, വേറെ വഴിയില്ലെങ്കിൽ. സോ നമുക്ക് മൾട്ടിപ്ലെയറിൽ പോകാം, അതാണ് നല്ലത്. കാരണം ഗൈസ്, നമുക്ക് ഈ അപ്ഗ്രേഡ് ചെയ്യണ്ടേ. അപ്ഗ്രേഡ് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ച് പണിയുണ്ടാവും. സോ നമുക്കെല്ലാം കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ ഇവരുടെ ഹെൽപ്പും കൂടി കിട്ടിയാൽ നമുക്കാകാം. ഇവരൊക്കെ ആരാണെന്ന് പോലും ഒന്നും എനിക്കറിയില്ല ഗൈസ്, സത്യം പറയാലോ. ഈ ടീം ജന്തൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ വരെ പറ്റും. എൻ്റെ അങ്ങനെ ഒരു ഫ്രണ്ട് പോലുമില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് തന്നെ. ഏതോ PRTR 47 അങ്ങനെ ആരൊക്കെയുണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ ജോലി ഇതിലൊക്കെ കളക്ട് ചെയ്യണം. നമ്മുടെ ലെവൽ 2 ഇപ്പോൾ തന്നെ ആവുമെന്ന് തോന്നുന്നു മിക്കവാറും, ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. ഇതൊക്കെ നമുക്ക് ജോലി സിമ്പിളായി കിട്ടും. ഇവിടെയൊക്കെ ഫുള്ള് വാളാണ് ഗായ്സ്. സോ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ഇതിൻ്റെ പുറത്ത് നമുക്ക് നോക്കാൻ പറ്റുക. ഇതിനെ ദൂരോട്ടാക്കി വ്യൂ എടുത്ത് നോ ഗായ്സ്, നമുക്ക് പറ്റില്ല. സോ നമ്മുടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമുക്ക് സ്പ്രിൻ്റ് ഒക്കെ ഇട്ട് വേഗത്ത് പോകാം. നമുക്ക് നമ്മുടെ ഇതിൽ അൺസ്റ്റോർ ചെയ്ത് വെക്കാം. സോ നമുക്ക് വേറെ ടാർഗറ്റും കൂടി ഉണ്ട്. നമുക്ക് ഈ ഗെയിമിലുള്ള തോക്ക് കണ്ടുപിടിക്കണം, അതൊരു മെയിൻ ടാർഗറ്റ് തന്നെയാണ്. അത് നമുക്ക് എടുക്കാം. ഇതെന്താണ് ഗൈസ്? വാട്ട് ഗൈസ്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഫ്ലൂട്ടാണ്. അതിനെക്കൊണ്ട് എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. ഗൈസ്, അവിടെ ഒരു വുൾഫുണ്ട്. സോ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ അടുത്ത് വന്ന ഡേഞ്ചറാണ് ഗൈസ്. സത്യം പറയാലോ, ഒറ്റ അടിക്ക് നമ്മൾ തീർക്കാനുള്ള കഴിവ് ചിലപ്പോൾ അതിനുണ്ടാവും. ഞാൻ ഈ ഗെയിം ഇതുവരെ ചെറുതായിട്ട് കളിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഏതോ സ്ഥലം എന്ന് പോലും എനിക്കറിയില്ല. സോ നമ്മളിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കമിട്ടേ ഉള്ളൂ. ഈ വുൾഫ് നമ്മളെ കൊല്ലോ എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ആക്രമിക്കും ഗൈസ്, ആക്രമിക്കും. സോ നമ്മുടെ നോ ഗൈസ്, നമ്മൾ പൊട്ട്. അവിടെ നിറച്ച് വുൾഫാണ് ഗൈസ്, നിറച്ച് വുൾഫാണ്. എല്ലാം എൻ്റെ പുറകെ വന്നു കഴിഞ്ഞ്. ഇവിടെ ലോക്കുണ്ട് ഗൈസ്. ഞാൻ അവിടെ എന്തോ ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഓക്കെ, രാത്രിയാകാൻ പോവാണ്. എനിക്ക് വേഗം വീട്ടിലെത്തണം. വീടെന്ന് പറയാൻ പറ്റില്ല, ക്യാമ്പ് ഫയറിലെത്തും. ഈ ക്യാമ്പ് ഫയർ എവിടെയാണ് ഉള്ളത് ഗൈസ്? എനിക്കത് ഓക്കെ അവിടെ ഉണ്ട്. ഞാൻ പെട്ടതായിരുന്നു ഗൈസ്. എന്താ സംഭവിച്ചത്? അത് ഓക്കെ ഇതിലെന്താ ചെയ്യുക? ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഗൈസ്. ക്രാഫ്റ്റ് ഇതുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടുവന്ന കാര്യം എന്നൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതാ കണ്ട, 1 1 2 3 4 ഇതാണ് ഗൈസ് എൻ്റെ പേര്. നല്ല പേരല്ലേ? സോ നമുക്കിവിടെ കിടക്കയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുട്ടി അന്വേഷിക്കാൻ പോയാലോ ഗൈസ്? ഞാൻ ഇതുവരെ മൾട്ടിപ്ലെയർ കളിച്ചിട്ടില്ല. സോ മൾട്ടിപ്ലെയറിൽ ഇതന്നെ ആക്രമിക്കോ? ഇല്ല, ഫസ്റ്റ് ഡേയിൽ ഇത് നമ്മൾ ആക്രമിക്കില്ല. അതാണ് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഡേയിൽ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുണ്ടാവില്ല അതിനെക്കൊണ്ട്. സെക്കൻഡ് ഡേ ആണ് നമുക്ക് പ്രശ്നമായി വരിക. ഇതിൻ്റെ മുകളിലൊന്നും ആരെ കൊണ്ടുപോട്ടെ അതിനോട്. ഈ നായ്ക്കൊക്കെ വരാൻ തോന്നിയൊരു സമയം. ഇതൊന്നും ഇങ്ങോട്ട്
ഇങ്ങോട്ട് വരില്ലേ? അല്ല തന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം ഗൈസ്. ഇതെന്താ ഗൈസ്? മോർസൽ. ഇത് നമുക്ക് ഇതിനൊക്കെ ഒന്നും കിട്ടുന്നല്ലോ ഗൈസ്. എന്നാലും എന്താ പറയുക അതിന്, ഇതിനെ കൊണ്ട് നമുക്ക് കാര്യമുണ്ട് ഗൈസ്. ട്രേഡർ അവന് ഇത് കൊടുത്തിട്ട് ഓക്കെ, നമ്മുടെ ഹങ്കർ ഫുള്ളായിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് പോവാം, എല്ലാവിടെയും ഒന്ന് കറങ്ങി നടക്കാം. സ്റ്റോർ ചെയ്യുക, ഇത് സ്റ്റോർ ചെയ്യുക, ഇതൊക്കെ തിന്നുകൊണ്ട് പോകാം. നമുക്കിവിടെ ഭക്ഷണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. രാത്രിയാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്, കാരണം പുറത്തിറങ്ങിയാൽ ആ ഡിയർ പിടിക്കും. ഫസ്റ്റ് ഡേ ഒന്നും കുഴപ്പമില്ലെങ്കിലും ഓക്കെ 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 നമുക്ക് ട്രേഡർ എത്തിയിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ പോകാം ഗൈസ്. വീട്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യണം. അല്ല, ഫസ്റ്റ് ഡേ നമുക്ക് ഫൂട്ടല്ലേ വേണ്ട, നമുക്ക് ബണ്ണി ഫുഡ് എടുക്കാം. അറിഞ്ഞൂടെ എന്താ വേണ്ടത്, അത് അവൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെന്താ സംഭവം ഗൈസ്? അൺകവർ മിസ്. ഓക്കെ, നമുക്ക് എന്തിനാ ബോൾഡ് ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സ്റ്റോറേജ് ഒക്കെ സോ നമുക്ക് പ്രിൻ്റ് ആക്കിക്കൊണ്ട് ഓടാം. പിന്നെ ഇതിനൊക്കെ കൊല്ലണം. സോ ഗൈസ്, ഇത് വളരെ സത്യം പറയാൻ ഇത് കഷ്ടപ്പാടാണ്. ഓക്കെ 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 നമ്മൾ പച്ച കഴിച്ചു ഗൈസ്. ഇതിന് നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ എത്ര നോക്കിയിട്ട് നമുക്ക് ബണ്ണി ഫുഡ് ഇടുന്നില്ല. ആ ട്രേഡ് പോകുമെന്നാണ് എൻ്റെ പേടി. അതാണ് പ്രശ്നം. ആ ട്രേഡർക്ക് എപ്പം വേണമെങ്കിലും പോകും, അത് അയാളുടെ ഇഷ്ടമാണ്. കണ്ടാ, ബണ്ണി ഫുഡ് അയാൾക്ക് വേണ്ടത്. ബണ്ണി 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 ഈ ബണ്ണി ചെത്തിൻ്റെ കേടാണ്. ബണ്ണി നീ ചത്ത് നമ്മുടെ ബണ്ണി, ആ ഒരു ബണ്ണി ചത്ത് കിടക്കുന്നുണ്ട്. സോ നമുക്ക് ബണ്ണി ഫുഡ് അവിടെ ഉണ്ട് ഗൈസ്. ഗായ്സ് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, നമുക്കെല്ലാം ശേഖരിച്ച് വെക്കണം. സ്റ്റോർ 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 ഓക്കെ ഗായ്സ്, ആ ട്രേഡർ പോയി കഴിഞ്ഞു. നമ്മൾ എന്തിനാ ഇതൊക്കെ എടുത്ത? പിന്നെ സത്യം പറയാലോ, ഒരു ഗുണവും ഇല്ല ഇതെടുത്തതിനെ കൊണ്ട്. ഈ വുൾഫ് ബെൽറ്റ് എന്തായാലും നമുക്ക് എടുത്തു വെക്കാം. അടുത്ത പ്രാവശ്യം ട്രേഡർ വരുമ്പോൾ നമ്മൾ വുൾഫ് ബെൽറ്റാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ വുൾഫ് ബെൽറ്റിനെ കൊണ്ട് കാര്യമില്ലാതൊന്നുമില്ല. കാര്യമൊക്കെ ഉണ്ട് അതിനെ കൊണ്ട്, നല്ല കാര്യമുണ്ട് ഗൈസ്, വിചാരിക്കുന്നവരൊന്നുമല്ല, നല്ല കാര്യമാണ്. നമുക്ക് ഇവിടെ വീഡിയോ മാറ്റാം. നമുക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഉണ്ട്. ഈ ഒരു യൂട്യൂബറിൻ്റെ ട്രിക്കാണിത്. നിങ്ങൾക്ക് അയാളെ പറഞ്ഞാൽ അറിയാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പേരാണ് ഗെയിം തെറാപ്പിസ്റ്റ്. അറിയാത്തവരായി നമ്മുടെ കേരളക്കാരൊന്നും അധികം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയറാണ്. വെരി പോപ്പുലർ. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊക്കെ ചെറിയ ചെറിയൊരു പണിയൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അങ്ങനെയൊക്കെ എങ്ങനെ. നമുക്കിനി അടുത്ത കുട്ടിയെ കണ്ടുപിടിക്കാം. നമ്മുടെ കുട്ടിയെ കണ്ടുപിടിക്കാം. നമുക്ക് ആ ലൊക്കേഷൻ നോക്കാം. കുട്ടിയുടെ ലൊക്കേഷൻ എവിടെ? വളരെ ദൂരത്താണ് ഗൈസ്.
നമുക്ക് സ്പീഡ് പോകാം. അതിൻ്റെ ഇടയ്ക്ക് നോക്കണം. പോക്കൊക്കെ കിട്ടണ വീട് ഇവിടെ കിട്ടാം. ഓക്കെ നമുക്ക് കാണുന്നു. സോ ഞാനിവിടെ നോക്കണം. അവിടെ കയറി കാണുന്നില്ല ഗായ്സ്. ഇവിടെ സ്റ്റോർ ചെയ്തോക്കാം. അത് നല്ല കാര്യം. തീ കത്താൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കോൾ. ഞാൻ ഇവിടെ കണ്ടുപോയത്. ഓക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. റിവോൾവ് പ്രാർത്ഥിക്ക് നമ്മൾ റിവോൾവ് കിട്ടാമായിരുന്നു. എന്താ ഇത്? നിങ്ങൾക്ക് അറിയാം ഇത്? ഓ ബ്രോ സീരിയസ്ലി ഇത് ടൈപ്പ് ആണല്ലേ? സീരിയസ്ലി ബ്രോ സീൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നമ്മൾ ഇതെന്താണ് മനസ്സിലായില്ല, അറിയില്ല. സോ നമ്മളിപ്പോൾ ഇവൻ വന്നില്ല ഗൈസ്. നൈറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് കുട്ടിയെ കണ്ടുപിടിക്കാനാണ്. കുട്ടിയെ ഇവിടെ 894 പറയുന്നത്. അതാണോ കോൾ നമുക്ക് ഇന്ത്യക്ക് പോകാം ഗൈസ്. നമുക്ക് പരമാവധി ഇതിൻ്റെ അടുത്ത് നിൽക്കണം. അധികം ദൂരം ഒന്നും പോകും. ദൂരെ പോയാൽ രാത്രി ആയിപ്പോയാൽ പ്രശ്നമാകും. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ പ്രശ്നം. പിന്നെ കണ്ടില്ല എങ്കിലും ഡേഞ്ചറാണ് അത് സാധനം. ഇതെന്താ എന്തൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിലെങ്കിലും ഒരു റിവോൾവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. റിവോൾവർ ആമോ ബ്രോ? സീരിയസ്ലി ഓൾഡ് സാക്കെടുക്ക് സൺ സ്റ്റോറി നമ്മളെവിടെയുള്ള ടേക്ക്. ഓക്കെ സോ നമ്മുടെ ആയിട്ടുണ്ട്. ഞാൻ വിട്ടെടുക്കുന്നത്. പക്ഷേ ഇവരൊക്കെ സ്റ്റോറേജ് ഉണ്ടാക്കുന്നത്. അവന് സ്റ്റോറേജ് നിങ്ങൾക്കറിയാം. നമുക്ക് പോയി എന്തായാലും നോക്കാം. അറിയാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ ഓ നോ 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 ഷിറ്റ് ഷിറ്റ് പെട്ടുവനെ. അത് എപ്പം വേണമെങ്കിലും എന്നെ വന്ന് തക്കും. ഓക്കെ 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 ഓ സോ ഗായ്സ് നമ്മൾ ഇവിടം വരെ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്തു. സോ നമ്മൾ കാണുമ്പോൾ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി എന്താ ചെയ്യണ്ടേ? പക്കിനോ അതെന്താ ഹെൽത്ത് വളരെ ഓക്കെ കാണാൻ ഫുള്ള്. സോ കാണുന്ന പോലെ തന്നെ ഗായ്സ് എന്തോ അങ്ങായിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമോ പോവാം. നമുക്ക് ഇവിടെ പോകാം. നമുക്കൊന്ന് സ്ക്രീൻ റെഡിയാക്കി ഞാൻ സ്ക്രീൻ റെഡി ആക്കി വരാം ഗൈസ്. അല്ലെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നമുക്ക് സ്ക്രീൻ ഹലോ സോ നമ്മൾ അറ്റാക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മെസ്സേജ് ഇതെന്നാ മിസ്റ്റീരിയസ്. ഇത് ഏതോ ആൾക്കാർ നമ്മൾ കൊല്ലാൻ വരുന്നുണ്ട്. നമുക്ക് ആമല്ലോ അറിയിക്കാം. എവിടെ നിന്നാണ്? എടാ എടാ ഉള്ളിക്കില്ല. നമുക്ക് ഓ ഇവന്മാർ സീനാകായി. നമ്മൾ പെട്ടു 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 പെട്ടു. എങ്ങനെയെങ്കിലും രാവിലെ കിട്ടിയാൽ മതി. ഇവരും എങ്ങനെയെങ്കിലും അങ്ങ് ഡീൽ ഇവരുടെ നല്ല ആക്കിയില്ല. സംഭവം റിവൈവ് ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലെയർ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. പക്ഷെ ശരിയാണ് റിവൈവ് ചെയ്യാനില്ല. എല്ലാം റിവൈവ് ചെയ്ത് പോയി ഒന്ന് സംഭവം രാത്രിയായില്ലേ. അതിൻ്റെ ഒരു ഫോട്ടോ സോ ഗായ്സ് എന്താ സംഭവിച്ചത്? അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ട് ഗായ്സ്. നമ്മൾക്ക് 12 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റി. 99 ദിവസം സർവൈവ് ചെയ്യേണ്ട ഞാനിതൊന്ന് കളിയ കഴിച്ചത്.
സോ നമ്മുടെ നമ്മൾ അടുത്ത പ്രാവശ്യം വേറെ പുതിയ ടൈമിംഗ് മോഡൊക്കെ വെച്ചിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് അതെങ്ങനെ നമുക്ക് ചെയ്യാം. ആ ടൈമിംഗ് മോഡിൽ നമുക്ക് എത്ര ദിവസം സമയം പറ്റും, ചിലപ്പോൾ ആ ടൈമിംഗ് മോഡിൽ നമുക്ക് ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത് എടുക്കണം. ബൈ.